ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. വ്ളോഗ് ചെയ്യണം എന്ന് വെച്ച് തന്നെ എടുത്തു വെച്ച കുറച്ച് ക്ലിപ്സാണ് ഇതൊക്കെ. പക്ഷേ മടി കാരണം ഇത് അപ്ലോഡ് ചെയ്യാൻ ഒരു 3-4 മാസം ലേറ്റായിപ്പോയി. എനിക്ക് പണ്ട് തൊട്ടേ വ്ളോഗൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് ഡോക്യുമെൻ്റ് ചെയ്യുന്നതിനോടൊക്കെ എനിക്ക് നല്ല താല്പര്യമുണ്ട്. പക്ഷേ ഒരു നല്ല ഡിവൈസ് ഇല്ലാത്ത കാരണം എനിക്ക് പലപ്പോഴും അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്കുണ്ടായിരുന്ന നല്ലൊരു ഫോൺ പബ്ജിയൊക്കെ കളിച്ചിട്ട് ഞാൻ തന്നെ നശിപ്പിച്ച് കളഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു പുതിയ ഫോൺ എടുത്ത സമയത്ത് ഇങ്ങനെ റാൻഡമായിട്ട് കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം വ്ളോഗായിട്ടെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അങ്ങനെ റാൻഡമായിട്ട് എടുത്ത് വെച്ചുകൊണ്ട് തന്നെ ഇതിനൊക്കെ തലയും വാലും ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഈ ഒരു വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് കാണിക്കുന്നത് വേറൊന്നുമല്ല, എൻ്റെ മമ്മിയുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മോളുടെ മാരേജ് ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് മമ്മി ഐഡിയാസ് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് സജസ്റ്റ് ചെയ്തതാണ് എന്തുകൊണ്ട് നമുക്കൊരു ഗിഫ്റ്റ് ഹാമ്പർ സെറ്റ് ചെയ്തുകൂടാന്നുള്ള കാര്യം. അതായത് എനിക്കൊരു സ്മോൾ ബിസിനസ് ഉണ്ട്, ട്രിയാമി ആർട്ടിസ്ട്രി എന്നാണ് നെയിം. അപ്പോൾ അതിൽ നമ്മൾ ഗിഫ്റ്റ് ഹാമ്പേഴ്സൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ മമ്മീനോട് അങ്ങനെ പറഞ്ഞതാണ്. മമ്മിയുടെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ കുറച്ച് സാരി, കുറച്ച് ഓർണമെൻറ്റ്സ് അങ്ങനെ വാങ്ങിച്ച് കൊടുക്കാമെന്നായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ജസ്റ്റ് അത് കൊടുക്കുന്നതിനെക്കാട്ടും എന്തുകൊണ്ടും ബെറ്റർ ഒരു ഗിഫ്റ്റ് ഹാമ്പറായിട്ട് സെറ്റ് ചെയ്യുന്നതല്ലേ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ മമ്മിയോട് ഞാനത് പറഞ്ഞു. അപ്പോൾ മമ്മി പറഞ്ഞു എന്നാൽ ഓക്കെ സെറ്റ് ചെയ്യാം, പക്ഷേ എനിക്ക് 2 ഡേയ്സിനുള്ളിൽ സാധനം വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി നമ്മുടെ സ്മോൾ ബിസിനസ്സിൻ്റെ ആനിവേഴ്സറി സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല റഷ് ഉണ്ടായിരുന്നു. പ്രിൻ്റ് എടുക്കാനാണെങ്കിലും ഒക്കെ കുറേ ഉണ്ടായിരുന്നു. ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് പോളറോയിഡ്സ്, ഫോട്ടോ ഫ്രെയിംസ്, ഗിഫ്റ്റ് ഹാമ്പേഴ്സ്, അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെയാണ്. ഞാൻ എൻ്റെ സ്മോൾ ബിസിനസ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ കമ്മിങ് ടു ദ പോയിൻറ്റ്. അപ്പോൾ ഈ ഗിഫ്റ്റ് ഹാമ്പർ സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകുന്ന ഒരു വ്ളോഗും കൂടിയാണിത്. അപ്പോൾ ഞാൻ നേരെ പോകുന്നത് പോത്തീസിലേക്കാണ്. പോത്തീസിൽ ചെന്നിട്ട് അവിടെ നിന്ന് ബനാറസി സിൽക്ക് സാരി എന്തെങ്കിലും എടുക്കാം എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ പോകുന്നത്. പക്ഷെ അവിടെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അവിടെ ഷൂട്ടിംഗ് അലൗഡ് അല്ല. അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. ജസ്റ്റ് വീഡിയോ കോൾ ചെയ്ത് മമ്മിയെ കാണിച്ചു കൊടുത്തു. മമ്മിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരി സെലക്ട് ചെയ്തു. എനിക്കും ഇഷ്ടപ്പെട്ടായിരുന്നു ആ സാരി. ആക്ച്വലി നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് കൊടുക്കാൻ പോലും തോന്നിയില്ലായിരുന്നു. പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ പിന്നെ കൊടുത്തതാണ്. എനിക്കങ്ങനെ സാരീനോട് അങ്ങനെ ക്രേസൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ ചെന്ന് കുറച്ച് സാരീസൊക്കെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കുറേയൊക്കെ ഇഷ്ടപ്പെട്ടു. നല്ല റേറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും കൊള്ളാം. നല്ലോണം എന്താ പറയുക, നല്ലോണം നമുക്ക് ചേരുന്ന കൈൻഡ് ഓഫ് കുറേ സാരികൾ ഞാനങ്ങനെ കണ്ടു. ഭയങ്കര ബ്രൈറ്റും ഭയങ്കര ലൈറ്റും പിന്നെ അതിൻ്റെ മീഡിയം ആയിട്ടുള്ള അങ്ങനെ എല്ലാ കളേഴ്സും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സാരിയൊക്കെ വാങ്ങി പിന്നെ കുറച്ച് പ്രിൻ്റ് എടുക്കാൻ വേണ്ടി പ്രിൻ്റ് ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അതും കളക്ട് ചെയ്തു. പിന്നെ ബ്രോഡ്വേയിൽ പോയി എനിക്കൊരു ഫോട്ടോ ഫ്രെയിമിന് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രെയിമും വാങ്ങി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മുടെ സ്മോൾ ബിസിനസ് 1 ഇയർ ആയതുകൊണ്ട് തന്നെ ഒരു ആനിവേഴ്സറി സെയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തത് ഗിവ് അവേ ചെയ്യാമെന്നായിരുന്നു. പക്ഷേ ആ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ വീഡിയോ എടുത്തത് ഒരു 3-4 മാസം മുന്നെയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒക്ടോബർ ലാസ്റ്റ് അല്ലെങ്കിൽ നവംബർ ഫസ്റ്റ്, ആ ഒരു ടൈമിലാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ എന്തൊക്കെയോ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഗിവ് അവേ ഇനി ഇൻസ്റ്റഗ്രാമിൽ ചെയ്യാൻ പാടില്ല, അക്കൗണ്ട് വരെ ബാനായി പോകും എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ പിന്നെ ഓർത്തു വേണ്ട, ഇതിൻ്റെ ഇഷ്യൂസൊക്കെ ഒന്ന് മാറട്ടെ, അപ്പോൾ ഗിവ് അവേ ചെയ്യാം. ഈ ഒരു ടൈമിൽ നമുക്ക് സെയിൽ എന്തെങ്കിലും വെക്കാമെന്ന് ഓർത്തു. അങ്ങനെ മിനി പോളറോയിഡ്സും മീഡിയം പോളറോയിഡ്സും സെയിലിന് വെച്ചു. മിനി പോളറോയിഡ്സ് 30 പീസസ് 99-നും മീഡിയം പോളറോയിഡ്സ് 25 പീസസ് 99-നുമാണ് വെച്ചേച്ചത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓർഡേഴ്സ് കിട്ടിയായിരുന്നു. ഞാൻ വിചാരിച്ചില്ല അത്ര ഓർഡേഴ്സ് കിട്ടുമെന്ന്. അപ്പോൾ ഇത് പോളറോയിഡ്സ് നമ്മൾ മാനുവലി കട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല പാടാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മളെടുത്ത സാരി. ഇതിൻ്റെ ബ്ലൗസ് പീസാണ്. ശരിക്കും സാരിയുടെ ഒരു പാർട്ട് വരുന്നത് ആ രണ്ടാമത് കാണുന്ന ലെയറാണ്. ആക്ച്വലി നല്ലൊരു സാരി തന്നെയായിരുന്നു. ഇതിങ്ങനെ ഉടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കും. നല്ല രീതിക്ക് തന്നെ കിടക്കും. അങ്ങനത്തെ ഒരു ടൈപ്പ് സാരിയാണ്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിവർത്തി ജസ്റ്റ് എനിക്കൊന്ന് വെച്ച് നോക്കിയതിൻ്റെ കോലാണ് ആ കാണുന്നത്. നല്ലോണം മടക്കിയിട്ട് വേണം ഹാമ്പറിൽ വെക്കാൻ.
ഇതാണ് ഞാൻ വാങ്ങിച്ച ഹാമ്പർ. ഇത് നല്ല പ്രീമിയം ക്വാളിറ്റി ഹാമ്പറാണ്. ഇത് മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു ഇതാണ് വരുന്നത്. നോർമലി റിബൺ ബോക്സസ് ഒക്കെയാണ് ഇങ്ങനെ വരുന്നത്. ഇതിനകത്ത് മാഗ്നറ്റാണ് അതിന് പകരം വന്നേക്കുന്നത്, റിബൺ ഇല്ല. അപ്പോൾ നേരത്തെ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മാനുവലി ഈ പോളറോയിഡ്സ് കട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഓർഡറും കൂടെ വന്നപ്പോഴത്തേക്കും ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ പോകണമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച ഇതിലേക്കുള്ള എല്ലാ സാധനങ്ങളും വാങ്ങണം എന്നാണ്. പക്ഷേ എല്ലാം ഒന്നും വാങ്ങാൻ പറ്റിയില്ല. നമുക്ക് സാരി മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ നാളെ വേണം പോയിട്ട് ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങാൻ. എന്നിട്ട് വേണം ആ ഹാമ്പർ സെറ്റ് ചെയ്ത് നാളെ തന്നെ മമ്മിക്ക് കൊടുക്കണം. ഇപ്പോൾ ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ അനിയത്തിയുടെ ഫ്രണ്ട് തന്നൊരു ഓർഡറാണ്. ഇത് നമ്മൾ ഓഫറൊക്കെ ഇടുന്നതിന് മുന്നേ തന്നൊരു ഓർഡറായിരുന്നു. അപ്പോൾ അത് കളക്ട് ചെയ്യാനിപ്പോൾ അനിയത്തി വരും. അപ്പോൾ അവൾ പെട്ടെന്ന് വരും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വേഗം പാക്ക് ചെയ്യുവാണ്. എൻ്റെ സ്മോൾ ബിസിനസ്സിൽ മെയിനായിട്ടും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബെസ്റ്റ് സെല്ലർ ഐറ്റമാണ് പോളറോയിഡ്സ്. പോളറോയിഡ്സ് തന്നെ പല പല ടൈപ്പ് പോളറോയിഡ്സ് നമ്മൾ സെല്ല് ചെയ്യുന്നുണ്ട്. അതായത് പല സൈസിലുള്ളത്, മീഡിയം, മിനി, മൈക്രോ, ലാർജ് പോളറോയിഡ്സ്, പിന്നെ മൾട്ടി കളർ പോളറോയിഡ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ചെറിയ ചെറിയ ക്യൂട്ട് പ്രിൻസ് ബോർഡറായിട്ട് വരുന്ന പോളറോയിഡ്സ് ഉണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ സ്ക്വയർ പ്രിൻസൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പേജ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക. ഈ ഒരു പർട്ടിക്കുലർ ക്ലിപ്പ് ഞാൻ ട്രൈപോഡിലൊക്കെ ഫോൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. എനിക്ക് പാക്കിങ് വേണമായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ ഒരു ആംഗിളിലേക്ക് എങ്ങനെ വെക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നോർമലി നമ്മൾ റീൽസൊക്കെ എടുക്കാൻ വേണ്ടി ട്രൈപോഡ് പോർട്രേറ്റിൽ വെച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് വെച്ചപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ എനിക്ക് ആംഗിൾ കറക്റ്റ് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ട്രൈപോഡിൻ്റെ പകുതി നിങ്ങൾക്ക് കാണാനും പറ്റും. അപ്പോൾ പാക്കൊക്കെ ചെയ്തു, നെയിമൊക്കെ എഴുതിയിട്ടുണ്ട് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആക്ച്വലി ഇത്രയേ ഉള്ളൂ. ഒരു ചായയൊക്കെ കുടിച്ച് ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പിന്നെ കാണാം. ബൈ.